മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, പിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവവും കഴിഞ്ഞ് അനുശാസന പർവത്തിലെ ഭീഷ്മരുടെ സ്വർഗാരോഹണം കൂടി ആ ഒരു പർവവും അവസാനിച്ചിരിക്കുന്നു. ഇനി മഹാഭാരതത്തിലെ 14ാമത്തെ പർവമാണ് അശ്വമേധ പർവം തുടരുന്നു. ഭീഷ്മരുടെ ഉദകക്രിയകൾ ചെയ്ത ശേഷം യുധിഷ്ഠിരാദികൾ ഗംഗയിൽ നിന്ന് കരയ്ക്ക് കയറി. യുധിഷ്ഠിരൻ ശോകം കൊണ്ട് ആകെ തളർന്നിരുന്നു. അദ്ദേഹത്തിന് മോഹാലസ്യമുണ്ടായി. ഇത് മനസ്സിലാക്കിയ ഭീമൻ ജ്യേഷ്ഠനെ താങ്ങിയതുകൊണ്ട് ധർമ്മപുത്രൻ തറയിൽ വീണില്ല. ഭീമൻ സാവധാനം യുധിഷ്ഠിരനെ ഭൂമിയിൽ കിടത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കൂടി അശ്രുകണങ്ങൾ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഉണ്ണി യുധിഷ്ഠിര, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിനക്ക് വ്യസനിക്കാനായിട്ട് ഞാനൊന്നും കാണുന്നില്ലല്ലോ. ക്ഷത്രിയധർമ്മം അനുസരിച്ച് നീ ഭൂമി വെട്ടിയെടുത്തു. നീ അത് അനുഭവിക്കുക. എൻ്റെയും ഗാന്ധാരിയുടെയും സ്ഥിതി നീ കാണുന്നില്ലേ? 100 മക്കളും നഷ്ടപ്പെട്ട് ഞങ്ങൾ വാസ്തവത്തിൽ ദുഃഖിക്കേണ്ടത് ഞങ്ങളല്ലേ? ദുര്യോധനെ ഉപേക്ഷിച്ചില്ല എങ്കിൽ ഇപ്രകാരമൊക്കെ സംഭവിക്കുമെന്ന് വിതുരൻ എന്നെ ഉപദേശിച്ചതാണ്. എന്നാൽ പുത്രവാത്സല്യം കൊണ്ട് ഞാനൊന്നും കേട്ടില്ല. ഞാൻ ദുര്യോധനന്റെ ഇഷ്ടത്തിന് വഴങ്ങി ഇപ്പോഴിതാ തീരാത്ത നഷ്ടത്തിന് കാരണമായി ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടം! ഇത് കേട്ടിട്ടും ധർമ്മപുത്രന്റെ ദുഃഖം തീർന്നില്ല. അദ്ദേഹം മറുപടിയൊന്നും പറയാതെ ശോകാർത്ഥനായി ഇരുന്നതേയുള്ളൂ. പിന്നീട് വാസുദേവൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം പല സ്വാന്തനോക്തികളും പറഞ്ഞു. എന്നാൽ യുധിഷ്ഠിരന് ഒരു സമാധാനവും ഉണ്ടായില്ല. ഭീഷ്മരെയും കർണനെയും കൊല്ലിച്ച താൻ ചെയ്ത കർമ്മത്തെപ്പറ്റി ഓർക്കുമ്പോൾ തനിക്കൊരു ശാന്തിയും കിട്ടുന്നില്ലെന്നും തന്നെ കാട്ടിലേക്ക് പോകുവാൻ അനുവദിക്കണമെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. വ്യാസമഹർഷിയാണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, രാജധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ മുതലായവയെല്ലാം ഭീഷ്മർ നിനക്ക് ഉപദേശിച്ചു തന്നില്ലേ? എന്നിട്ടും നീ ദുഃഖിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തിൽ എല്ലാവരും സ്വതന്ത്രരല്ല. എല്ലാവരെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വര നിശ്ചയം അനുസരിച്ചാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് തന്നെ. ഈശ്വര നിയോഗം അനുസരിച്ച് യുദ്ധമുണ്ടായെന്ന് കരുതിയാൽ മതി. യുദ്ധത്തിൽ ശത്രുക്കളെ കൊന്നത് പാപമല്ല. അഥവാ അത് പാപമാണെന്ന് ഇപ്പോഴും നീ കരുതുന്നുണ്ടായെങ്കിൽ യജ്ഞങ്ങൾ, തപസ്, ദാനങ്ങൾ എന്നിവ കൊണ്ട് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യും. അശ്വമേധയാഗം നടത്തിയാൽ അങ്ങയുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി അങ്ങ് ശുദ്ധനായി തീരും. വ്യാസന്റെ ഉപദേശപ്രകാരം അശ്വമേധയാഗം നടത്തി തൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയുവാനുള്ള മോഹം യുധിഷ്ഠിരനുണ്ടായി. അദ്ദേഹം വ്യാസനോട് ചോദിച്ചു, ആചാര്യ, അശ്വമേധയാഗം നടത്തണമെന്ന അങ്ങയുടെ നിർദ്ദേശത്തോട് ഞാൻ യോജിക്കുന്നു. എന്നാൽ അതിൽ വളരെയേറെ ധനം ആവശ്യമില്ലേ? ഭണ്ഡാരത്തിലെ ധനമെല്ലാം തീർന്നിരിക്കുകയാണ്. യുദ്ധത്തിൽ പങ്കെടുത്ത് സാമ്പത്തികമായും മറ്റു വിധത്തിലും ക്ഷീണിച്ചിരിക്കുന്ന നാട്ടുകാരിൽ നിന്നും ഭീമമായ സംഖ്യ പിരിച്ചുകൊണ്ടെടുക്കുന്നത് കഷ്ടമാണ്. ഈ സ്ഥിതിയിൽ എങ്ങനെയാണ് അശ്വമേധയാഗം നടത്തുന്നത്? അതിനായിട്ടുള്ള പണം സ്വരൂപിക്കുന്നത് എങ്ങനെയാണ്? വ്യാസൻ കുറച്ചുനേരം ആലോചിച്ചു. അതിനുശേഷം പറഞ്ഞു, യുധിഷ്ഠിര, ഹിമാലയത്തിൽ വളരെയധികം സ്വർണം കിടപ്പുണ്ട്. മഹാത്മാവായ മരുത്തന്റെ യജ്ഞത്തിൽ ബ്രാഹ്മണർ ഉപേക്ഷിച്ചു പോയതാണ് ഈ സ്വർണം. നീ ശ്രമിച്ചാൽ നിനക്കത് ലഭ്യമാകും. അതുകൊണ്ട് അശ്വമേധയാഗം നടത്തുകയും ചെയ്യാം. മരുത്തൻ ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ യജ്ഞത്തിന് ഇത്രയധികം സ്വർണം എങ്ങനെ ലഭിച്ചുവെന്നും മറ്റും അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച യുധിഷ്ഠിരനോട് വ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, മരുത്തന്റെ കഥ ഞാൻ പറയാം. ആ കഥ പറയുമ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയുടെ കഥ കൂടി പറയേണ്ടി വരും. ബൃഹസ്പതി വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അപാര പണ്ഡിതനും അസാമാന്യ ബുദ്ധിമാനുമായിരുന്നു. എന്നിട്ടും തൻ്റെ അനുജനോട് അസൂയാലുവാവുകയും അത് അദ്ദേഹത്തിന് ദുഷ്കീർത്തി ഉണ്ടാക്കുകയും ചെയ്തു. വലിയ വിദ്വാൻമാർ പോലും അസൂയ എന്ന ഭാഷത്തിൽ നിന്ന് മുക്തരല്ലെന്ന് തെളിയിക്കുന്നു. അവർ തന്നേക്കാൾ പാണ്ഡിത്യമുള്ള ഒരാളെ അസഹ്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. പ്രസിദ്ധനായ അങ്കിരസ മഹർഷിയുടെ പുത്രനായിരുന്നു ബൃഹസ്പതി. അദ്ദേഹത്തിന് സംവർത്തൻ എന്നൊരു അനുജനുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ബൃഹസ്പതിയേക്കാൾ കേമനായിരുന്ന സംവർത്തനോട് ബൃഹസ്പതിക്ക് കടുത്ത അസൂയയും വിദ്വേഷവുമാണ് ഉണ്ടായത്. തന്മൂലം അദ്ദേഹം അനുജനെ പലവിധത്തിലും പീഡിപ്പിക്കുവാൻ തുടങ്ങി. ജ്യേഷ്ഠന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ സംവർത്തകൻ എല്ലാം ഉപേക്ഷിച്ച് ദിഗംബരനായി കാട്ടിലേക്ക് പോയി. അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇക്ഷ്വാകു വംശത്തിലെ ഒരു പ്രമുഖ രാജാവായിരുന്നു മരുത്തൻ. അദ്ദേഹത്തിന്റെ പിതാവായ അവിക്ഷത്തും പിതാമഹനായ കരടമനും ഇന്ദ്രന് തുല്യ പദവിയുള്ള രാജാക്കന്മാരായിരുന്നു. അവർ ധാരാളം യജ്ഞങ്ങൾ നടത്തി. ബൃഹസ്പതിയുടെ അച്ഛനായ അങ്കിരസ മഹർഷിയാണ് പൗരോഹിത്യം സ്വീകരിച്ച് ഈ യജ്ഞങ്ങൾ നടത്തിക്കൊണ്ട് കൊടുത്തത്. കരടവന്റെ പൗത്രനെ നിലയ്ക്ക് മരുത്തന്റെ പൗരോഹിത്യം സ്വീകരിക്കുവാൻ ബാധ്യതപ്പെട്ട ആളാണ് ബൃഹസ്പതി. മരുത്തൻ വലിയ യജ്ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു.
ആ യജ്ഞങ്ങൾക്ക് ബൃഹസ്പതി പുരോഹിതനായാൽ യജ്ഞങ്ങൾ പൂർണ്ണഫലപ്രാപ്തിയിലെത്തുകയും തൻ്റെ ഈ ഇന്ദ്രപദവിക്ക് ഇളക്കം തട്ടുകയും ചെയ്യുമോ എന്ന് ദേവേന്ദ്രന് ഭയമായി. അദ്ദേഹം ബൃഹസ്പതിയെ സമീപിച്ച് തൻ്റെ പൗരോഹിത്യത്തിനായിരിക്കണമെന്നും മരുത്തൻ്റെ യജ്ഞം നടത്തിക്കൂട്ടി കൊടുക്കരുതെന്നും അപേക്ഷിച്ചു. ദേവേന്ദ്രന്റെ പൗരോഹിത്യമാണ് കൂടുതൽ കാമ്യമെന്ന് കരുതിയ ബൃഹസ്പതി ദേവേന്ദ്രന്റെ അപേക്ഷ സ്വീകരിച്ചു. മരുത്തൻ യാഗത്തിനു വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് ബൃഹസ്പതിയെ സമീപിച്ച് പൗരോഹിത്യം സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു. താൻ ദേവേന്ദ്രന്റെ പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞെന്നും തന്മൂലം വെറും മർത്യനായ മരുത്തനെ ജയിപ്പിക്കുവാൻ അല്ലെങ്കിൽ യജിപ്പിക്കുവാൻ സാധ്യമല്ലെന്നും പറഞ്ഞ് ബൃഹസ്പതി ഒഴിഞ്ഞു മാറി. വേറെ ഏതെങ്കിലും പുരോഹിതനെ കൊണ്ട് യാഗം നടത്തിച്ചു കൊള്ളുന്നതിന് അനുമതിയും കൊടുത്തു. മരുത്തൻ എത്രയൊക്കെ താണു വീണ് കേണപേക്ഷിച്ചിട്ടും ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അതിൻ്റെ തീരുമാനം മാറ്റിയില്ല. ലജ്ജിതനും ദുഃഖിതനുമായ മരുത്തൻ നിരാശയോടെ മടങ്ങി. പോകുന്ന വഴിക്ക് നാരദ മഹർഷിയെ കണ്ടുമുട്ടി. രാജാവിൻ്റെ ദുഃഖ കാരണം തിരക്കിയ നാരദനോട് ബൃഹസ്പതി തൻ്റെ പൗരോഹിത്യം നിരാകരിച്ച കാര്യം പറയുകയുണ്ടായി. തങ്ങളുടെ കുലഗുരുവായ അങ്കിരസന്റെ പുത്രൻ തന്നെ കൈയൊഴിഞ്ഞതുകൊണ്ട് ഇനിയും എങ്ങനെയാണ് യാഗം നടത്തേണ്ടതെന്നറിയാതെ വിഷണ്ണനായിരിക്കുകയാണ് താനെന്ന് മരുത്തൻ നാരദനെ അറിയിച്ചു. മരുത്തിൻ്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് നാരദൻ പറഞ്ഞു, രാജാവേ, അങ്ങ് വിഷമിക്കേണ്ട. അങ്കിരസന്റെ പുത്രനും ബൃഹസ്പതിയുടെ അനുജനുമായ സംവർത്തൻ എന്നൊരു ബ്രഹ്മചാരിയുണ്ട്. അദ്ദേഹം മഹാതപസ്വിയാണ്. ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ ദിഗംബരനായ ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ഇപ്പോൾ കാശിയിൽ സഞ്ചരിക്കുകയാണ്. നീ കാശിയിൽ പോയി അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഒരു ഏകാന്ത സ്ഥലത്ത് വെച്ച് ശരണം പ്രാപിക്കണം. നിന്റെ യജ്ഞം വമ്പിച്ച വിജയമായി തീരും. അദ്ദേഹത്തെ പറ്റി ആരാണ് പറഞ്ഞു തന്നതെന്ന് ചോദിച്ചാൽ ഞാനാണ് പറഞ്ഞു തന്നതെന്ന് അറിയിച്ചേക്കൂ. ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ അഗ്നിയിൽ പ്രവേശിച്ചതായി പറയണം. മരുത്തൻ നേരെ കാശിയിലെത്തി. വളരെയേറെ തേടിയതിനു ശേഷം സംവർത്തനെ കണ്ടുമുട്ടി. അദ്ദേഹം കാശിയിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. മരുത്തൻ അദ്ദേഹത്തെ അനുഗമിച്ചു. ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചിരുന്ന സംവർത്തൻ മണ്ണുവാരി എറിഞ്ഞും തുപ്പിയും മറ്റും മരുത്തനെ വിരട്ടി ഓടിക്കുവാൻ ശ്രമിച്ചു. മരുത്തൻ അതെല്ലാം സഹിച്ചുകൊണ്ട് സംവർത്തനെ പിന്തുടർന്നു. കുറച്ചു ദൂരം പോയപ്പോൾ സംവർത്തൻ ക്ഷീണിതനായ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. മരുത്തൻ സംവർത്തനെ സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേൽപ്പിച്ച് കൈയും കൂപ്പി സമീപത്ത് നിന്നു. സംവർത്തകൻ കോപാകുലനായി ചോദിച്ചു, നീ എങ്ങനെ എന്നെ മനസ്സിലാക്കി? സത്യം പറഞ്ഞാൽ നിന്റെ ആഗ്രഹം സാധിക്കും, അസത്യം പറഞ്ഞാൽ നിന്റെ തല 100 പൊട്ടിത്തെറിക്കും. നാരദ മഹർഷിയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കൊടുത്തതെന്ന സത്യം മരുത്തൻ സംവർത്തനെ അറിയിച്ചു. നാരദൻ എവിടെയുണ്ടെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അഗ്നിയിൽ പ്രവേശിച്ചെന്നും മരുത്തൻ മറുപടി പറഞ്ഞു. സത്യം പറഞ്ഞ് മരുത്തനോട് സന്തോഷം തോന്നിയ സംവർത്തകൻ മരുത്തന്റെ ആഗ്രഹം എന്താണെന്ന് ആരാൻ. താൻ യാഗം നടത്തണമെന്ന് ആഗ്രഹിച്ച പൗരോഹിത്യം സ്വീകരിക്കണമെന്നുള്ള അപേക്ഷയുമായി ബൃഹസ്പതിയെ സമീപിച്ചതും ഇന്ദ്രന്റെ വിലക്ക് കാരണം ബൃഹസ്പതി ഒഴിഞ്ഞു മാറിയതും മറ്റും ഏതെങ്കിലും ഒരു പുരോഹിതനെ വെച്ച് യാഗം നടത്തിക്കൊള്ളുന്നതിനായി ബൃഹസ്പതി അനുജ്ഞ നൽകിയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് മരുത്തൻ അപേക്ഷിച്ചു. അങ്ങയുടെ പിതാവായ അങ്കരസന്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും പുരോഹിതനായിരുന്നു. ആ നിലയ്ക്ക് അങ്ങൻ്റെ പൗരോഹിത്യം സ്വീകരിച്ച് എൻ്റെ യജ്ഞം നടത്തിച്ചു തരണം. സംവർത്തൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചെങ്കിലും മരുത്തൻ്റെ നിർബന്ധം കണ്ട് അവസാനം പൗരോഹിത്യം സ്വീകരിക്കാമെന്ന് സമ്മതിക്കുകയും മരുത്തനെ ശിഷ്യനായി അംഗീകരിക്കുകയും ചെയ്തു. സംവർത്തൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് കടുത്ത വിരോധമുണ്ട്. എൻ്റെ പൗരോഹിത്യത്തിന് കീഴിൽ ജയിക്കുന്ന നിന്നോട് അദ്ദേഹത്തിനും ഇന്ദ്രനും അതിയായ വിദ്വേഷമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നീ വളരെ കരുതിയിരിക്കണം. എൻ്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാമെങ്കിൽ നിന്നെ ദേവന്മാർ, ഗന്ധർവന്മാർ, ഇന്ദ്രൻ എന്നിവരെക്കാൾ യോഗ്യനാക്കി തീർക്കാം. സംവർത്തകൻ്റെ ഏതൊരാഗ്രഹവും ശിരസാ വഹിക്കാമെന്ന് മരുത്തൻ വാക്കുകൊടുത്തു. ഹിമാലയത്തിൽ മുൻചുവാൻ എന്നൊരു പർവ്വതമുണ്ടെന്നും അതിൻ്റെ അടിവാരത്തിൽ ധാരാളം സ്വർണം കിടപ്പുണ്ടെന്നും ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ ഇത് മരുത്തന് ലഭിക്കുമെന്നും അതുകൊണ്ട് യാഗത്തിനാവശ്യമായ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നും സംവർത്തൻ മരുത്തനോട് നിർദ്ദേശിപ്പിച്ചു. മരുത്തൻ അപ്രകാരം ചെയ്തു. മരുത്തന് ധാരാളം സ്വർണം കിട്ടി. അതുകൊണ്ട് യജ്ഞാനത്തിനാവശ്യമായ പാത്രങ്ങളെല്ലാം നിർമ്മിച്ചു. ഈ പാത്രങ്ങൾ ദേവന്മാർക്കുള്ളതിലും മെച്ചപ്പെട്ടതായിരുന്നു. ഇതെല്ലാം അറിഞ്ഞപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിക്ക് ആദിയായി മാറി. തൻ്റെ ശത്രുവായ സഹോദരൻ മരുത്തനെ കൊണ്ട് യാഗം നടപ്പിച്ച് തന്നേക്കാൾ വലിയവനാകാൻ പോകുന്നുവെന്നുള്ള ഭീതി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടി. അദ്ദേഹത്തിന് സഹോദരനോട് കടുത്ത അസൂയയും വിദ്വേഷവും ഉണ്ടായി. ആദിമൂത്ത് വ്യാധിയായി. ബൃഹസ്പതിയുടെ ശരീരം മെലിഞ്ഞു. കണ്ണുകൾ വിളറി വിളർത്ത് നിർജീവങ്ങളായി. ബൃഹസ്പതിയിലുണ്ടായ ഭാവവ്യത്യാസങ്ങൾ മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, ഭവാൻ ആൾക്കുനാൾ ക്ഷീണിതനായി വരുന്നതിന് കാരണം എന്താണ്? ബൃഹസ്പതി പറഞ്ഞു, ദേവേന്ദ്ര, സംവർത്തനെ പുരോഹിതനാക്കി മരുത്തൻ ഒരു വലിയ യജ്ഞം നടത്തുവാൻ പോകുന്നു. ഈ യജ്ഞം സംവർത്തൻ്റെ മാനവും ധനവും വർദ്ധിപ്പിക്കും. അതോർക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു. എൻ്റെ മനസ്സും ശരീരവും ക്ഷീണിക്കുന്നു. ദേവേന്ദ്രൻ ആശ്ചര്യപ്പെട്ടു.
വേദശാസ്ത്ര പരാംഗതനായ ബൃഹസ്പതിക്ക് തൻ്റെ സ്വന്തം അനുജൻ തന്നേക്കാൾ വലിയവനാകുവാൻ പോകുമെന്ന തോന്നൽ വന്നപ്പോൾ മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്നു. മനസ്സ് കുശബ് കൊണ്ട് വിഷലിപ്തമായിരിക്കുന്നു. ബൃഹസ്പതി തുടർന്നു, ദേവേന്ദ്ര, ആ യാഗം മുടക്കിയെങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ദേവേന്ദ്രൻ ചോദിച്ചു, ഗുരു, സമ്പർത്തൻ എന്ത് ദോഷമാണ് അങ്ങയ്ക്കെതിരായി ചെയ്യുവാൻ കഴിയുന്നത്? അങ്ങ് വെറും അസൂയ കൊണ്ട് അങ്ങയുടെ മനസ്സിനെ വിഷമിപ്പിക്കുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും കൊടിയ തപസ് ചെയ്യുന്നുവെന്നറിഞ്ഞാൽ അത് തൻ്റെ സ്ഥാനം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണെന്ന് ഭയപ്പെട്ട് അയാളുടെ തപസ് മുടക്കുവാൻ എല്ലാ വിധത്തിലും പ്രവർത്തിക്കുന്ന ആളാണ് ദേവേന്ദ്രൻ. മറ്റുള്ളവരുടെ ഉയർച്ച തൻ്റെ ഇന്ദ്രപ്പട്ടത്തിന് ചലനമുണ്ടാക്കുമെന്ന് കരുതി അസൂയാലുവായി അസ്വസ്ഥനായി കഴിച്ചുകൂട്ടുന്ന ദേവേന്ദ്രൻ ബൃഹസ്പതിയുടെ അസൂയയിൽ പരിതപിക്കുകയും അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അനാവശ്യമാണെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്തൊരു വിരോധാഭാസം! ബൃഹസ്പതി ദേവേന്ദ്രനോട് ചോദിച്ചു, അങ്ങയുടെ ശത്രുവിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് കണ്ടിട്ടുള്ളപ്പോഴൊക്കെ അതിനെതിരായി പ്രവർത്തിച്ചിട്ടില്ലേ? അതെല്ലാം മറന്ന് ഇപ്രകാരം സംസാരിക്കുന്നത് ശരിയാണോ? ദേവേന്ദ്ര, എങ്ങനെയും മരുത്തൻ്റെ യജ്ഞം മുടക്കണം. ദേവേന്ദ്രൻ അഗ്നിയെ വരുത്തി. മരുത്തൻ നടത്തുവാൻ പോകുന്ന യജ്ഞം എങ്ങനെയെങ്കിലും തടയണം. അഗ്നിക്ക് നിർദ്ദേശം കൊടുത്തു. മരുത്തൻ യാഗശാലയിൽ യാഗത്തിനു വേണ്ട എല്ലാ സാധന സാമഗ്രികളും സംഭരിച്ച് വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണപാത്രങ്ങളിൽ അവയെല്ലാം ഒരുക്കി വെച്ചു. യാഗത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും പാത്രങ്ങളും കട്ടി സ്വർണത്തിലുമാണ് ഉണ്ടാക്കിയിരുന്നത്. സവർത്തനും മരുത്തനും യാഗാരംഭത്തിന് മുമ്പായി യാഗശാലയിൽ ഇരിക്കുമ്പോൾ അഗ്നി ഭഗവാൻ പ്രത്യക്ഷനായി അവിടെ യാഗശാലയിലേക്ക് വരികയും ചെയ്തു. മരുത്തൻ അത്യധികമായി സന്തോഷിച്ചു. ആർഖ്യാദിപാദികൾ കൊണ്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു. അഗ്നിദേവൻ പറഞ്ഞു, ഞാൻ ഇന്ദ്രന്റെ ദൂതനായിട്ട് വന്നിരിക്കുകയാണ്. നിന്റെ യജ്ഞം ബൃഹസ്പതിയെ കൊണ്ട് ഇന്ദ്രൻ നടത്തിച്ചിരിക്കുന്നതാണ്. ആകയാൽ നീ സമ്പർത്തനെ ഉപേക്ഷിക്കാം. ഞാൻ ഏതായാലും സമ്പർത്തനെ ഉപേക്ഷിക്കില്ല എന്നും ദേവന്മാരെ യജിപ്പിക്കുന്ന ബൃഹസ്പതി മനുഷ്യനായ തന്നെ യജിപ്പിക്കുന്നത് ഭംഗിവയല്ല എന്നുമായിരുന്നു മരുത്തന്റെ മറുപടി. ഇന്ദ്രന്റെ ഉപദേശം സ്വീകരിക്കണമെന്ന് വീണ്ടും അഗ്നി നിർബന്ധിക്കുകയുണ്ടായി. ഇന്ദ്രന്റെ ഉപദേശം മരുത്തനെ കൊണ്ട് സ്വീകരിപ്പിക്കാതെ അഗ്നി മടങ്ങിപ്പോകുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ സമ്പർത്തൻ കോപാകുലനായി. അദ്ദേഹം പറഞ്ഞു, നിന്റെ വീൺവാക്കുകൾ നിർത്തുക. എല്ലാറ്റിനെയും എരിക്കുന്നതിനുള്ള ശക്തി അഗ്നിക്കുണ്ടെങ്കിലും ആ അഗ്നിയെ സംഹരിക്കുന്നതിനുള്ള ശക്തി എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിയാലും. സമ്പർത്തന്റെ വാക്കുകൾ കേട്ട അഗ്നി ആലില പോലെ പറച്ചു. അദ്ദേഹം ഉടനടി സ്ഥലം വിട്ടു. ഇന്ദ്രന്റെ അടുക്കൽ മടങ്ങിയെത്തി നടന്ന വിവരങ്ങളൊക്കെ അറിയിച്ചു. അല്ലയോ അഗ്നിദേവ, നീ എല്ലാറ്റിനെയും കത്തിച്ച് ചാമ്പലാക്കുന്നവനാണ്. അങ്ങനെയുള്ള നിന്നെ സമ്പർത്തകൻ എങ്ങനെയാണ് സംഹരിക്കുന്നത്? ഇന്ദ്രൻ ആശ്ചര്യത്തോട് ചോദിച്ചു. തപസ്സിന്റെ മാഹാത്മ്യത്തിലും ബ്രഹ്മചര്യത്തിന്റെ ശക്തിയും എന്തും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അങ്ങേക്ക് അറിഞ്ഞുകൂടി? പണ്ട് ശവ്യനോട് ഏറ്റുമുട്ടി പരാജിതനായ കഥ അങ്ങ് ഇത്ര വേദം മറന്നുപോയോ? അഗ്നി തിരിച്ചടിച്ചു. അഗ്നിയെ വീണ്ടും മരുത്തന്റെ അടുത്തേക്ക് അയക്കുന്നതിന് ഇന്ദ്രൻ പ്രേരിപ്പിച്ചുവെങ്കിലും അഗ്നി അതിന് തയ്യാറായില്ല. ഇന്ദ്രൻ ഒരു ഗന്ധർവ രാജാവിനെ തന്റെ ദൂതനായി മരുത്തന്റെ അടുത്തേക്ക് അയച്ചു. യജ്ഞം നിർത്തിവെക്കുന്നില്ല എങ്കിൽ തന്റെ വജ്രായുധം പ്രയോഗിക്കുമെന്ന് മരുത്തനെ അറിയിക്കുവാൻ നിർദ്ദേശിച്ചു. എന്തു വന്നാലും താൻ പുരോഹിതനായി ഭരിച്ച സമ്പർത്തകനെ ഉപേക്ഷിക്കുകയില്ലെന്ന പ്രശ്നമേ ഇല്ലെന്ന് മരുത്തൻ ഗന്ധർവന്മാരോട് തീർത്തു പറഞ്ഞു. ഇതറിഞ്ഞ് കുപിതനായ ദേവേന്ദ്രൻ വജ്രായുധവുമേന്തി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് അമ്പരന്ന മരുത്തനോട് സമ്മർത്തകൻ പറഞ്ഞു, അങ്ങോട്ടും ഭയപ്പെടേണ്ട. ഇന്ദ്രനോ അഗ്നിയോ വായുവോ ഏത് ദേവന്മാർ വന്നാലും ഞാൻ രക്ഷിക്കുന്ന അങ്ങയെ ശിക്ഷിക്കുവാൻ ശക്തരണ്ട. ഇന്ദ്രൻ എൻ്റെ ശക്തി കൊണ്ട് സ്തംഭിച്ചിരിക്കുകയാണ്. ഇന്ദ്രൻ അങ്ങയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങയ്ക്ക് എന്തുവരമാണ് വേണ്ടതെന്നാൽ ഭരിച്ചുകൊള്ളൂ. ഇന്ദ്രൻ തൻ്റെ യജ്ഞത്തിൽ പ്രത്യക്ഷനായി വന്ന സോമത്തെ സ്വീകരിക്കുമാറാകണമെന്ന് മരുത്തൻ സമ്മർത്തനോട് അപേക്ഷിച്ചു. സമ്മർത്തൻ യജ്ഞം ആരംഭിച്ചു. യജ്ഞത്തിന്റെ അവസാനത്തിൽ ഇന്ദ്രനോടുകൂടിയ ദേവന്മാരെല്ലാം ആവാഹിച്ചു. അവരെല്ലാം യാഗശാലയിൽ പ്രത്യക്ഷരായി. ഇന്ദ്രനെ മരുത്തൻ എഴുന്നേറ്റ് സ്വീകരിച്ച് അഗ്രപൂജ ചെയ്തു. തനിക്ക് സന്തോഷമായെന്നും താൻ പ്രീതനായെന്നും ഇന്ദ്രൻ പറഞ്ഞു. അംഗരസ മഹർഷിയുടെ പുത്രനും മഹാതപസ്വിയുമായ സമ്പർത്തകന്റെ പൗരോഹിത്യത്തിൽ കീഴിലുള്ള യാഗം വളരെ ഭംഗിയെന്നും താൻ അതീവ സന്തുഷ്ടനാണെന്നും ഇന്ദ്രൻ മരുത്തനെ അറിയിച്ചു. മരുത്തന്റെ യജ്ഞം ഭംഗിയായി നടന്നു. ദേവന്മാരെല്ലാം നേരിട്ട് സോമം സ്വീകരിച്ചു. പിന്നീട് രാജാവിന്റെ അനുവാദത്തോടെ അവരെല്ലാം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. അസൂയാലുവായ ബൃഹസ്പതി സമ്പർത്തന്റെ തപശക്തിയുടെയും അപാരമായ ബ്രഹ്മതേജസ്സിന്റെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നു. വേദത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഉന്നത ശൃംഖങ്ങളിൽ എത്തിച്ചേർന്ന ബൃഹസ്പതിക്ക് പോലും അസൂയയുടെ അഗാധാർത്ഥത്തിൽ വീണ് അസ്വസ്ഥനാകേണ്ടി വന്നതെന്നറിയുമ്പോൾ സാധാരണക്കാരൻ അസൂയലാകുന്നതിൽ എന്താണ് ആശ്ചര്യപ്പെടുവാനുള്ളത്? മരുത്തൻ പിന്നെയും പല യാഗങ്ങൾ ചെയ്തു. ഓരോ യാഗത്തിനും വേണ്ട പാത്രങ്ങൾ മറ്റുപകരണങ്ങളും അപ്പപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കുകയായിരുന്നു. പല യജ്ഞങ്ങളിലും ദേവന്മാരെ ആരാധിച്ചതിനു ശേഷം ഗുരുവിൻ്റെ അനുജ്ഞ വാങ്ങി അദ്ദേഹം സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വന്ന് വളരെ കാലം പ്രജകളെ പരിപാലനം ചെയ്ത് പ്രസിദ്ധിയോടെ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ യാഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളുമായി ധാരാളം സ്വർണം
മുൻചുവാവെന്ന പർവ്വതത്തിന് ഇപ്പോഴും കിടപ്പുണ്ട്. യുധിഷ്ഠിര, നീ ആ ധനമെല്ലാം എടുത്തുകൊണ്ടുവന്നു അശ്വമേധയാഗം നടത്തുക. അങ്ങനെയാവാമെന്ന് യുധിഷ്ഠിരൻ സമ്മതിച്ചു. കൃഷ്ണനും ഈ അവസരത്തിൽ അശ്വമേധയാഗം തുടങ്ങിയ യജ്ഞങ്ങൾ ചെയ്ത പുണ്യം നേടി സുഖവും സമാധാനവും കൈവരുത്തണമെന്ന് യുധിഷ്ഠിരനെ ഉപദേശിച്ചു. കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങയുടെ ശത്രുക്കളെ കൊന്നങ്ങ് ഭൂമി വീണ്ടെടുത്തെങ്കിലും അങ്ങയുടെ യുദ്ധം അവസാനിച്ചിട്ടില്ല. മനസ്സാണ് അങ്ങയുടെ പ്രബലനായ ശത്രു. ആ ശത്രുവിനെയാണ് യഥാർത്ഥത്തിൽ അങ്ങ് ജയിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അങ്ങയ്ക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ കാര്യങ്ങളോർത്ത് ദുഃഖിക്കുന്നത് വിവേകികളുടെ ലക്ഷണമല്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും മനസ്സിനെ കീഴടക്കണം. ശാരീരികമായ വിഷയങ്ങളെ ഉപേക്ഷിച്ചാലും മനസ്സിൽ നിന്ന് ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ സുഖമൊന്നും ഉണ്ടാകുവാൻ പോകുന്നില്ല. ആഗ്രഹങ്ങൾക്കെതിരെ ഉപേക്ഷിക്കുവാൻ പ്രയാസമാണ്. അവയെ ധാർമ്മികങ്ങൾ മാത്രമാക്കി തീർക്കാൻ പരിശ്രമിക്കുകയാണ് ബുദ്ധിമാന്റെ കർത്തവ്യം. ആയുധങ്ങൾ കൊണ്ടോ യാഗങ്ങൾ കൊണ്ടോ ധൈര്യം കൊണ്ടോ തപസ്സുകൊണ്ടോ ആഗ്രഹങ്ങളെ ജയിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ജയിക്കുവാൻ നോക്കുന്നവരെ നോക്കി ആഗ്രഹം പുഞ്ചിരിക്കുകയാണ്. ആകയാൽ വിപുലന്മാരായ ദക്ഷിണയോടുകൂടി അശ്വമേധം തുടങ്ങിയ യജ്ഞങ്ങൾ നടത്തി അങ്ങ് സുഖിയായി തീർന്നാലും. വ്യാസന്റെയും കൃഷ്ണന്റെയും ഉപദേശങ്ങൾ കേട്ട് സമാധാനചിത്തനായി തീർന്ന യുധിഷ്ഠിരൻ ഹസ്തിനാപുരിയിലെത്തി രാജ്യഭരണ കാര്യങ്ങളിൽ പ്രവേശിച്ചു. അശ്വമേധ യാഗത്തിന്റെ സമയമാകുമ്പോൾ തിരിച്ചെത്തിക്കൊള്ളാമെന്ന് അറിയിച്ചിട്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. ധൃതരാഷ്ട്ര മഹാരാജാവ് അസഹ്യമായ പുത്രദുഃഖം കൊണ്ട് ആർത്തനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ സൗമ്യ വാക്കുകൾ കൊണ്ട് യുധിഷ്ഠിരൻ സമാധാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് യുധിഷ്ഠിരൻ രാജ്യഭരണം നടത്തുകയും ചെയ്തത്. തുടരും.